ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഡേവിഡ് ധവാൻ സംവിധാനം ചെയ്ത് വരുൺ ധവാൻ, മൃണാൽ തക്കൂർ, പൂജ ഹെഗ്ഡെ പ്രധാന വേഷത്തിലെത്തുന്ന ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹേയുടെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് ധവാൻ സംവിധായകൻ ഈ വരുൺ ധവാന്റെ അച്ഛനും കൂടെയാണ്. അപ്പോൾ അതിന്റെ ട്രെയിലർ നമുക്ക് കാണാം. വാ. ഓ ऐसी लव स्टोरी और ऐसी शादी तो हमने ना पहले कभी देखी थी ना कभी सुनी थी. Is he two timing you? No. Physical violence का मामला है? मारता वारता है तुम्हें? No. तुमसे प्यार नहीं करता? बहुत ज्यादा प्यार करता है. He wants to make love to me all the time. Oh. क्योंकि मुझे एक बच्चा चाहिए सर. I want to be a father. He's there. Are you single? അടുത്ത പൂജ. Fully single. I'm gonna go get another drink then. बेवड़ी है क्या? चलेगी. ഡേവിഡ് ധവാൻ എന്റർടൈനർ. Excuse me. बानी. याद है ना? I'm still your wife. वैसे तुम यहाँ क्या कर रही हो? I'm pregnant. Congratulations. Who's the boy? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു റോം കോം എന്റർടൈനർ ആണ്. ഡബിൾ മീനിങ്ങും കാര്യങ്ങളും പ്രണയങ്ങളും ഒക്കെ ഉള്ള ആസ് യൂഷ്വൽ സ്റ്റോറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ട് ഒരു തമാശയായിട്ടൊക്കെ വരുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരും. കാരണം ഒരു ഡേവിഡ് ധവാൻ എന്റർടൈൻമെന്റ് എന്ന് ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. I'm pregnant. അതിന് രണ്ടുപേരും प्रोटेक्शन नहीं किया था. हाँ तो प्रोटेक्शन फेल हो गया. पर ऐसे कैसे फेल हो सकता है? प्रोटेक्शन का काम है प्रोटेक्ट करना. Let's go. तूने शादी से पहले ही मेरी बहन को. किस्मत मेरे बच्चे को मौका दे रहे कि वो मेरी शादी अटेंड करे सर. मामा रंधावा की गोदी में भांजा रंधावा सर. वाह, രണ്ട് നായകന്മാരും പ്രഗ്നന്റ് ആണ്. नजारों तो सूरज भर जातियों ने भी नहीं सोचो. वहाँ पे पानी ठीक से नहीं आ रहा है. यहाँ पे ना होना. जाओ खेलो कूदो शैम्पू भी जाओ. जब पे ठीक वहाँ पे पानी. क्या करूँ? पानी. Bag, purse, किसका है? ഇത് കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടാവും. इसका है. आउच. इसका है. इसकी माँ की ഇത് കുറച്ച് എന്റർടൈൻമെന്റ് എന്തായാലും ഉണ്ടാവും. അതായത് രണ്ടുപേരെ ഒരേ സമയം പ്രണയിക്കുന്നു. ഇനിയിപ്പോൾ രണ്ടുപേരും പ്രഗ്നന്റ് ആവുന്നത് ഉള്ളതാണോ ഇല്ലയോ എന്ന തമാശ സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. ആൻഡ് അതുമായി ബന്ധപ്പെട്ട് മാറിയും തിരിഞ്ഞും കള്ളം പറയണ ഒരു തീരാതെ വിളയാട്ട് പിള്ളേ തമിഴിൽ വിശാലി ചെയ്തിട്ടില്ല. അതുപോലത്തെ ഒരു പടം പോലത്തെ ഇതാണ്. माँ की आँख नहीं पूरी की पूरी माँ चाहिए. निरूपा रॉय जैसी. നല്ല കളർഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എല്ലാം. അത് ശരി. ഇനി മൗനി റോയ് ഇനി മൂന്നാണ് നായികയാ. भैया मेरी माँ आ गई. वाह, दिल्ली दिल वालों की और लंदन लेट इट बी माँ. നാഗകന്യകയാണ്. बच्चे होने वाले हैं. I am going to expose this fraud. ഫ്രോഡ് ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. डबल ट्रबल लव स्टोरी. 3 तरह का मिल होता है. टेक्सटाइल मिल, ट्रेड मिल और पहाड़ा के मिल. ഒരു വൈബ് പടം തന്നെ വരാൻ പോകുന്ന ഒരു എന്റർടൈനിങ് പടം. അറ്റ് ദ സെയിം ടൈം കളർഫുൾ ആയിരുന്നു. ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹൈ. दादर स्टेशन थोड़ी है कि बानी और प्रीत एक दूसरे से टकरा जाएंगे. രാഹുൽ പ്രീത്ത് അതിൽ പോയതുപോലെ ഒരു തോന്നി. 5th ജൂണിനാണ് കേട്ട ഗൈസ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് സംഭവം ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ഒരു കളർഫുള്ള്, ഒരു എന്റർടൈനിങ്, ഒരു കോമഡി, ഒരു ഫണ്ണ്, എല്ലാം എലമെന്റ്സും ചേർത്തുള്ള ഒരു സിനിമ തന്നെയാണ് വരാൻ പോകുന്നത്. ആൻഡ് നായികമാർ ഒരുപാട് പേരുണ്ട്. മൃണാൽ തക്കൂർ, പൂജ ഹെഗ്ഡെ, മൗനി റോയ്. അവസാന ട്രെയിലറിൽ രാഹുൽ പ്രീത് സിംഗ് കൂടെ വന്നു. കണ്ടത് ഞാൻ അത് ശരിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഫിനിഷ്. പടം മുഴുവനും നായികമാരുമായിട്ടാണ്. പിന്നെ ഫ്രോഡ് പരിപാടി, ഒരേ അറ്റ് ദ സെയിം ടൈം രണ്ടുപേരെ പ്രണയിക്കുക, അവരുമായിട്ട് കറങ്ങാൻ പോവുക, അതുമായിട്ടുള്ള ക്ലബ്ബ് പരിപാടികളൊക്കെയാണ് അത് നിങ്ങൾ കാണിക്കുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് ഒരു എലൈറ്റ് ആയിട്ട് റിച്ച് ആയിട്ട് കാണിക്കുന്നുണ്ട്. സ്ഥലങ്ങളും കാറുകളും പരിപാടികളും കാര്യങ്ങളൊക്കെ. അതിന് ഇതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കോമഡികൾ, ഡബിൾ മീനിങ്ങുകൾ, സംശയങ്ങൾ, അതുമായിട്ടുള്ള കുറേ സീൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവസാനം
ഫ്രോഡ് എക്സ്പോസ് ആവും. അത് കഴിഞ്ഞ് മിക്കവാറും എന്തായാലും ഒന്നല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഒരാളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തീരാത്ത വിളയാട്ട് പിള്ളേരിൽ ഇതുപോലെയാണ്, 3 പേരെ പറ്റിച്ചിട്ട് വേറെ ഒരാളെ ചൂസ് ചെയ്യാൻ പോയി വേറെ ഒരാളെ നോക്കുന്ന രീതിക്ക് പോയിട്ട് ആ സിനിമ തീരും. അതുപോലെ തീരാനാണ് സാധ്യത കൂടുതൽ. ആൻഡ് പടം എന്തായാലും ഒരു എൻ്റർടൈനിങ് ആവാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം നല്ല പാട്ടുകളുണ്ട്, നല്ല മൊമെൻറ്റ്സുകളുണ്ട്, കോമഡീസൊക്കെ ഉണ്ട്. അതും ഒരുപാട് ഡബിൾ മീനിങ്. എന്തായാലും ഇത് ഒരു അഡൽട്ട് പടം, ഒരു എൻ്റർടൈനിങ് പടം ആവാനാണ് സാധ്യത കൂടുതൽ. അഡൽട്ട് മീൻസ് ഡയലോഗുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. June 5th ഇത് എനിക്ക് കഴിഞ്ഞ മാസം എന്താ റിലീസ് ചെയ്യാൻ എന്തോ ഇരുന്നാണ്, ബട്ട് June 5th ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്, ഈ വരുന്ന അടുത്ത മാസം. ആൻഡ് ഇതിൻ്റെ ഒരു പാട്ടുകളും നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വാവ് എന്നൊരു സോങ് ഉണ്ടായിരുന്നു, അത് നല്ലൊരു പാട്ടുകളൊക്കെ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ട്രെയിലർ സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എൻ്റർടൈനിങ്ങും കുറേ കോമഡികളും കുറേ എലമെന്റ്സ് ഒക്കെ ആയിട്ട്. ആൻഡ് നായികമാരാണ് മൃണാലത്തൊക്കെ ഒരു പൂജ ആക്കിയിട്ട് അവരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും കോമഡിയും നന്നായിട്ട് തന്നെ വരുൺ ധവാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന അച്ഛനാണ്, വരുൺ ധവാന്റെ അച്ഛനാണ് ഡേവിഡ് ധവാൻ. പുള്ളിയുടെ സിനിമയിലാണ് വരുൺ ധവാൻ ഇപ്പോൾ അഭിനയിക്കുന്നത്. അപ്പം ഏതോ ട്രോളിലൊക്കെ കണ്ടു ഇവന്റെ അച്ഛനാണ്ട് അച്ഛനെന്ന്, മകനെ നന്നായിട്ട് നോക്കാൻ അറിയുന്ന അച്ഛനെന്ന്. ആൻഡ് ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പടം ഇനി ഒരു നല്ലൊരു പടം വരാൻ സാധ്യത കൂടുതലാണ്, കാരണം നല്ലൊരു എന്റർടൈനിങ് പടം വരും, കോമഡി റോം കോം ഒരു എന്റർടൈനിങ് പടം വരും. അപ്പോൾ നിങ്ങൾക്കും ട്രെയിലർ എങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടെ കമന്റ് ചെയ്തേക്കാൻ മറക്കാതെ. ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്, ഷെയർ ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ ഗൈസ്.